വെൽക്കം ബാക്ക്. അപ്പം മോർണിംഗ് വാക്ക് തുടരുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണെന്ന് പ്രേക്ഷകരോട് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഉള്ളത് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പിറകിൽ ഒരുപാട് പേർ ഇപ്പോഴും പ്രാക്ടീസുമായും ജോഗിങ്ങുമായും മോർണിംഗ് വാക്കുമായി ഒക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നു. വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഇതല്ലേ പ്രജ. നമ്മൾ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും വളരെ സജീവമായി ആക്റ്റീവായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ്, നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന കാര്യമാണ്. ചെറിയ കുട്ടികളടക്കം ഉണ്ട് ഇവിടെ എന്നാണ്. 2 ബോർഡുകളുണ്ടോ, ബി ഇൻ കൺട്രോൾ, സേ നോ ടു ഡ്രഗ്സ്. ഒരു ഇതാണ്, അതായത് നമുക്ക് നമ്മുടെ മേൽ ഒരു കൺട്രോൾ വേണമെങ്കിൽ, മാനസികമായും ശാരീരികമായും കൺട്രോൾ വേണമെങ്കിൽ ലഹരിയോട് നോ പറയുക. കീപ് യുവർ ഡ്രീംസ് ഡ്രഗ് ഫ്രീ. നമ്മുടെ സ്വപ്നങ്ങൾ ലഹരി വിമുക്തമാക്കുക. നല്ല 2 വാട്സാപ്പ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. നമുക്കറിയുന്നത് പോലെ CPIM സമ്മേളനം നടക്കുന്ന സമയത്ത് വിഭാഗീയ പ്രശ്നങ്ങൾ പല ഏരിയകളിലും ലോക്കൽ കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൽ നടപടിയെടുക്കുമെന്ന അറിയിപ്പുകൾ വരുന്നു. അതിനിടെയാണ് ഏറ്റവും കൂടുതൽ CPIM-നെ കുഴക്കിയ CPIM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വരുന്നത്. BJP സംസ്ഥാന ജില്ലാ നേതാക്കളുമായി മധു മുല്ലശ്ശേരി ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അംഗത്വം സ്വീകരിച്ചേക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് BJP സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തും. അവസാനത്തെ ചർച്ചകളാണ്. അതിനുശേഷം അംഗത്വം സ്വീകരിക്കുമെന്നുള്ളതാണ്. അതൊരു അൺഎക്സ്പെക്ടഡ് മൂവ് ആണല്ലേ, CPIM-ൽ നിന്നും BJP-യിലേക്ക് ഇതുപോലെ മധു മുല്ലശ്ശേരി ഒരു അതിർത്തി പരസ്യമാക്കി പോവുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ മധു മുല്ലശ്ശേരിയുടെ കാര്യം പറഞ്ഞാൽ, ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർട്ടി വിടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവില്ല, മകനും ഒട്ടനവധി സഖാക്കളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് 11 മണിക്ക് അത്തരത്തിൽ ഒരു കൂട്ടമായിരിക്കുമോ BJP-യിലേക്ക് പോകുന്നത്? ഒന്നാമത് വിഭാഗീയത ഒരു വശത്ത്, ഇത് എത്രത്തോളം CPIM-ന് തലവേദനയാവും? ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എന്തായാലും ഇന്ന് BJP-യിലേക്ക് മധു മുല്ലശ്ശേരി പോകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ ഉറപ്പായി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്, അതായത് കോൺഗ്രസിലേക്കാണോ BJP-യിലേക്കാണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കാണോ എന്നുള്ളതായിരുന്നു ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. എന്തായാലും അത് BJP-യിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശ തീരുമാനമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP സംസ്ഥാന ജില്ലാ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി. അതിനുശേഷം ഇന്ന് ജില്ലാ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിന്റെ മംഗലപുരത്തെ വീട്ടിലെത്തി ചർച്ച നടത്തും. അതിൽ നേരെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക്, BJP പാർട്ടിയിലേക്ക് ക്ഷണിക്കും. അദ്ദേഹം ഒറ്റയ്ക്കാണോ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ഇന്നേ അറിയുള്ളൂ. അദ്ദേഹം തനിക്കൊപ്പം ചേർക്കാൻ കഴിയുന്നവരെയെല്ലാം കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. തന്നോടൊപ്പം ഏരിയ കമ്മിറ്റിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച CPM നേതാക്കളെയും CPM പ്രാദേശിക പ്രവർത്തകരെയും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അദ്ദേഹം BJP-യിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഒറ്റയ്ക്കായിരിക്കില്ല, തന്നോടൊപ്പം CPM പ്രവർത്തകരായ ഒരു കൂട്ടമുണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ജില്ലാ നേതാക്കൾ കടകംപള്ളി സുരേന്ദ്രനും V ജോയിയും അടക്കമുള്ളവർ പറഞ്ഞത് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ മകൻ പോലും പോകില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു പാർട്ടി ഒരു വലിയ പ്രസ്റ്റീജ് വിഷയം കൂടിയായി മാറി. ഇന്നലെ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അവസാനിക്കുമ്പോൾ വലിയൊരു ശക്തി പ്രകടനമായിരുന്നു ഇന്നലെ മംഗലപുരം സമ്മേളനത്തിന്റെ അവസാന ദിവസം കണ്ടത്. എന്തായാലും ഇന്ന് ആരൊക്കെ മധു മുല്ലശ്ശേരിക്കൊപ്പം BJP-യിലേക്ക് പോകാനുണ്ടാകും എന്നുള്ള ചോദ്യവും നിർണായകമാണ്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്താണ് ആ തീരുമാനത്തിൽ കൂടെ ആരൊക്കെ പോകും, മധു മുല്ലശ്ശേരിക്കൊപ്പം BJP-യിലേക്ക് ഒരു വലിയ ഒഴുക്കുണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം. ഒറ്റയ്ക്കായിരിക്കില്ല എന്ന് മധു മുല്ലശ്ശേരിയും, എന്നാൽ മകൻ പോലും പോകില്ല എന്ന് കൂടെയുള്ളവരും പറയുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് കാണണം. രാവിലെ ഗ്യാങ് ആണോ? അയ്യോ, അടിപൊളി വൈബായിട്ട് ഗ്യാങ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ഒരു വലിയ ഗ്യാങ് ആണ്. പക്ഷെ ഇന്ന് ശരിക്കും ആക്ച്വലി ഒരു നോട്ട് അറ്റ് കം, പക്ഷെ വരുന്നുണ്ട്. പ്രഭ, എന്താ ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡ് ചോയ്സ് ടീച്ചറാണ്. ടീച്ചർ. അപ്പൊ ഞാനും പഴയൊരു ടീച്ചറായിരുന്നു, ഇതും പഴയൊരു ടീച്ചറാണ്. റിട്ടയർ എന്ന് പറയാൻ പറ്റില്ല, ടീച്ചർ KV-യിലെ ഗസ്റ്റ് ലെക്ചറർ. Close by. She's staying the other side, opposite side. Yeah. Every day you come here and every walk. day we come. Every day. We usually come at 5:30, but today it's a little late because it was raining. Yeah. Baba. The friends. Actually, കുറേ പേരുണ്ട്. Half of them are not there. അപ്പോൾ നമ്മള് സാധാരണ മലയാളികള് വ്യായാമം ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ മാതൃകയായിട്ടുള്ള 2 ടീച്ചേഴ്സിനെയാണ്. അവർക്കൊരു ഗ്യാങ് ഉണ്ട്. സീനിയർ സിറ്റിസൺസ് ആണെന്ന് പറയാം, പക്ഷെ ഞങ്ങളെക്കാളിലൊക്കെ യങ് ആണ്, വൈബാണ്. അതെ. പേരെന്താ? കല. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണ്. എല്ലാ ദിവസവും
ഓ എല്ലാ ദിവസവും വരും. ഓക്കെ. പേര്? സിമി. എല്ലാ ദിവസവും വരാറുണ്ട്. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. അപ്പോ നമ്മുടെ ടീച്ചേഴ്സിന് നമ്മുടെ കുട്ടികളൊക്കെ വ്യായാമം ചെയ്യുന്നില്ല, ചിലർക്കൊക്കെ തടി കൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? ഞങ്ങളെ കണ്ട് പഠിക്കൂ. I think they should come every day. It's a nice relaxation and you feel really good and fresh. അതാ തീർച്ചയായിട്ടും ദിവസം മുഴുവൻ നമ്മളെ ഉന്മേഷമായി നിർത്തുന്ന ഒരു നടപടിയാണ്. അപ്പൊ ഇതൊക്കെ ആരാ പറയൂ? ഗ്യാങ്ങിലുള്ള ആൾക്കാരാണോ? വലിയൊരു ഗ്യാങ് ആണ്, ഗുണ്ടാ ഗ്യാങ് ആണ്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ട്, ഗുണ്ടാളെല്ലാം കൊണ്ട്. അപ്പൊ ഇത് ജയപ്രകാശ്. എന്ത് ചെയ്യുന്നു സർ? ഞാൻ റിട്ടയർഡാണ്. ഓക്കെ. അപ്പം എല്ലാ ദിവസവും വന്ന് ഇവിടെയുള്ള ഒരു വൈബ് എല്ലാവരും കൂടുതൽ നടക്കുക കിട്ടുന്നെങ്കിൽ ഞങ്ങൾ വരും. എക്സ്ട്രാ എനർജി നടന്നു കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടേ പോകുള്ളൂ. അത് തന്നെ ഒരു വലിയ വൈബാണ്. എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കും? എല്ലാ വിഷയങ്ങളും, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ആകാശരീതിയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ആവാറുണ്ട്. അന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിക്കും. അപ്പൊ പേരെന്താണ്? രാമഭദ്രൻ. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ ടി വി കണ്ടു കഴിഞ്ഞാൽ ചെറിയ ആളുകൾ ഇപ്പൊ ടി വിയിൽ വലിയ ആളുകളായിട്ട് തോന്നും. ഇപ്പൊ വല്ല ചെറിയ ആളുകൾ കണ്ടിട്ടുണ്ട്. സ്ലിം ആണ് കേട്ടോ. അത് പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കാണും. അതെ, എന്നുവെച്ചാൽ എല്ലാവരും ഇൻസ്പയർ ചെയ്യാനല്ലേ നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ നടന്നിട്ട് വണ്ണം വെച്ചോന്ന് ഊഹിക്കില്ല. അത് നിങ്ങളുടെ സന്തോഷം. അതെ അതെ അതെ. അപ്പൊ ഓക്കെ. അതൊന്നും മാത്രമല്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അല്ല, ആക്ച്വലി മോർണിംഗ് സന്തോഷം പങ്കുവെക്കുക, അതൊക്കെ ഉണ്ട്. ഇന്ന് ആള് കുറവാ, മഴയായോണ്ട്. ഇല്ലെങ്കിൽ ആളുകൾ ഒരുപാട് പേരുണ്ട്. ആളുകളുണ്ട്. നടപ്പ് കഴിഞ്ഞ ഒരു ചർച്ചയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സന്തോഷമുള്ള ഒരു കൂട്ടായ്മയെ കണ്ടതിൽ വളരെ ആക്റ്റീവാണ്, വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ബൈ. യെസ്. അപ്പോ ഭയങ്കര എനർജി കൂടി നമ്മുടെ എനർജി കൂടി സൗണ്ട് കെ വി അല്ല, ആന്റണി ഗോൺസാൽവസ് ആണ് ഇന്നത്തെ പ്രൊഡ്യൂസർ. ആന്റണി എന്തോ പറഞ്ഞു. ആന്റണി ഒന്നും കൂടെ പറയൂ. ആന്റണി, ദയവായി ഇത്തരം പേരുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം. ഒരു പ്രജിൻ പെരേരയുടെ ക്ഷീണം ഞാൻ കുറച്ചിങ്ങനെ മാറ്റി വരികയാണ്. ആന്റണി, അത് മതി. ആന്റണി. ഓക്കെ. അപ്പൊ അടുത്ത വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോവാം എന്ന് ആന്റണി പറയുന്നുണ്ട്. അത് പാർലമെന്റിലേക്കുള്ള അപ്ഡേഷനാണ്. അദാനി വിഷയം ഉന്നയിച്ച് പാർലമെന്റ് സ്തംഭനം തുടരുന്നതിൽ തീരുമാനമെടുക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ചേരുകയാണ്. രാവിലെ 10 മണിക്കാണ് യോഗം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിലായിരിക്കും ഈ യോഗം നടക്കുക. ഭരണഘടനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായതോടെ സഹകരിക്കാൻ തയ്യാറാണെന്ന് ഇന്നലെ ലോക്സഭാ സ്പീക്കർ വിളിച്ച സഭാകക്ഷി നേതാക്കളുടെ യോഗത്തിൽ പ്രതിപക്ഷം അറിയിച്ചിരുന്നു. ഈ മാസം 13, 14 തീയതികളിൽ ലോക്സഭയിലും 16, 17 തീയതികളിൽ രാജ്യസഭയിലും ചർച്ച നടക്കും. സ്തംഭനം തുടരുന്നതിൽ ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിനുള്ളിലും ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സമവായത്തിന് പ്രതിപക്ഷം തയ്യാറായത്. നിവാരണ ഭേദഗതി ബില്ല്, ബാങ്കിംഗ് ഭേദഗതി ബില്ല്, നിവാരണ ഭേദഗതി ബില്ലാണോ നോക്കണം, റെയിൽവേ ഭേദഗതി ബിൽ എന്നിവ ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അറിയുന്നു. അതെ, ഇനി നമുക്ക് കോതമംഗലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പിണവൂർക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് കിണറ്റിലൊരു കുട്ടി ആന വീണു, കാട്ടാനക്കുട്ടി. അതിനെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന സന്തോഷ വാർത്ത പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുകയാണ്. രാത്രി 9 മണിയോടെയാണ് കൂട്ടം തെറ്റിയ ആനക്കുട്ടി കിണറ്റിൽ വീണത്. വനംവകുപ്പും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കിണറിന്റെ വശങ്ങളിൽ ഇടിച്ച് ചാലുണ്ടാക്കി കരക്കെത്തിച്ചു. കാട്ടാനക്കുട്ടി സന്തോഷത്തോടെ കാടിന്റെ ഭാഗത്തേക്ക് പോയി. സന്തോഷം ഉണ്ടായിട്ടുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ എബിൻ ജോസ് അതിന്റെ വിവരങ്ങൾ നൽകും. എബിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കാട്ടാനക്കുട്ടി കാട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ട്. അതിന്റെ അമ്മ ആനയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യാ ചെറിയാൻ പറയുന്നു കാട്ടാനക്കുട്ടി വളരെ ഹാപ്പി ആയിട്ടാണ് കാട്ടിലേക്ക് മടങ്ങിയതെന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴാണ് ഈ കിണറ്റിൽ വീണത് ഈ കാട്ടാനക്കുട്ടി? അപ്പോൾ അത് എങ്ങനെ പുറത്തെത്തിച്ചു? ഇപ്പോൾ കാടിനകത്ത് കയറിയെന്ന് പറയുന്നു. വിവരങ്ങൾ പറയും. പ്രജിൻ ക്രിസ്റ്റീന, ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കുട്ടമ്പുഴ പിണവൂർക്കുടി നിർമ്മല രാജൻ എന്നയാളുടെ വീടിന് സമീപത്തെ കിണറ്റിൽ ഈ കുട്ടിയാന വീണത്. 2 വയസ്സ് പ്രായമുള്ള കുട്ടിയാനയാണ് വീണത്. ഉടൻ തന്നെ നാട്ടുകാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സിനെയും എല്ലാം വിവരം അറിയിച്ചു. ആഴം കുറവുള്ള കിണറാണ്, അതിന്റെ ചുറ്റുമതിലുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇതിന്റെ വശങ്ങൾ ഇടിച്ച് ചാലുണ്ടാക്കി കുട്ടിയാനയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അത് സ്വയം തന്നെ കിണറിന് പുറത്തേക്ക് കയറി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും പ്രദേശത്ത് വലിയ കാട്ടാന ശല്യമുള്ള മേഖലയാണ് ഈ പിണവൂർക്കുടിയൊക്കെ. കാട്ടാന സ്ഥിരമായി എത്തുന്ന മേഖലയാണ്. ആ രീതിയിൽ കാട്ടാനക്കൂട്ടത്തോടെ എത്തിയതായിരിക്കാം കുട്ടിയാന എന്നുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.
അതെ, എന്തായാലും അവർ ഹാപ്പിയായി കുടുംബത്തോടൊപ്പം ചേരട്ടെ കുട്ടിയാന. ഇനി നമുക്ക് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയോട് കേന്ദ്രത്തിന് പഴയ പോലെ തൊട്ടുകൂടായ്മയില്ലെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്. പദ്ധതിക്കായി കേരളത്തെ രണ്ടായി മുറിക്കേണ്ട. ശുഭകരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ദക്ഷിണ റെയിൽവേയും കേരള റെയിൽ കോർപ്പറേഷനും തമ്മിൽ വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്നാണ് വിവരമെന്നും KV തോമസ് 24-നോട് പറഞ്ഞു. നമ്മളെല്ലാം ശുഭപ്രതീക്ഷയിലാണല്ലോ നിൽക്കുന്നത്. നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നമുക്കിതിൻ്റെ ഫണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 2, ഇതിൻ്റെ DPRൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേരളം തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ശ്രീധരൻ്റെ ഒരു പ്രപ്പോസൽ ഡൽഹിയിൽ കിടപ്പുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അടുത്ത കാലത്ത് ബോംബെയിൽ പില്ലറിലും അതുപോലെ അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയും ഈ റെയിൽവേ സിസ്റ്റം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ പ്രപ്പോസൽ. പിന്നെ കേരളത്തിൽ ഒരു അതിവേഗ റെയിൽവേ സിസ്റ്റത്തെ എതിർത്ത വിഭാഗം ഇപ്പോൾ വന്ദേ ഭാരത് വന്നതിന് ശേഷം അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് അനുകൂലമായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, അപ്പോൾ എന്തായാലും കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി വീണ്ടും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബലപ്പെടുന്നുണ്ട്. കാരണം ഈ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം സഭയിൽ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഈ കാര്യത്തിൽ എന്താണ് പോസിറ്റീവാണ് കാര്യങ്ങൾ, പുതിയ DPR നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന് മറുപടി കിട്ടിയത്. അപ്പോൾ അത് ഏത് രീതിയിൽ പുതിയ DPR സമർപ്പിക്കപ്പെടുന്നു, അതിൽ എങ്ങനെയാണ് നടപടികൾ ഉണ്ടാകുന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ഇപ്പോൾ പ്രൊഫസർ KV തോമസിന്റെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ പോസിറ്റീവായിട്ടാണ് സംസ്ഥാന സർക്കാർ അതിനെ കാണുന്നത്. അപ്പോൾ കേരളയിൽ നിന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാർ കൈവിട്ടിട്ടില്ല, അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കമെന്ന് മനസ്സിലാക്കുന്നത്. അതെ, നമ്മുടെ പവിത്രൻ പാതിരപ്പറ്റ് പറയുന്നുണ്ട് ഈ കമന്റ് ബോക്സിൽ പ്രേക്ഷകരുടെ കമന്റ് മഴയാണ് നിങ്ങൾ കാണുന്നില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ആ സന്തോഷം പങ്കുവച്ചിരുന്നു. പഴയ പ്രേക്ഷകർ മാത്രമല്ല കൂടുതൽ പേര് വരുന്നുണ്ട്. അപ്പോൾ പോകെ പോകെ നമുക്ക് ആ കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. വായിക്കാനുള്ള ഒരു സമയക്കുറവുകൊണ്ടാണ്, നമുക്ക് വാർത്ത കൂടെ എടുത്തു പോകുന്നത്. മോർണിംഗ് വാക്ക് തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കടവന്ത്രയിലാണ്. തൊട്ട് പുറകെത്തിലുണ്ട്, ഇതാണ് റീജിയണൽ സ്പോർട്സ് സെന്റർ കൊച്ചിൻ. അതിന്റെ എൻട്രൻസിലാണ് നമ്മളുള്ളത്. മറ്റൊരു എൻട്രൻസിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അപ്പൊ ആ വീഡിയോ ഇതാണ്. ബേസിൽ കുരുക്കൾ എന്ന് പറയുന്ന മഞ്ചേരിക്കാരനായ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇദ്ദേഹം വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. അതെ, നമ്മുടെ ക്യാമറ. അപ്പൊ ഇവരെ കൂടെ നമ്മൾ ഓർക്കുന്നു. അപ്പൊ മഞ്ചേരിക്കാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബേസിൽ കുരുക്കളിനോട് ഞങ്ങളുടെയും കൂടെ അന്വേഷണം പറയുക. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹത്തെ പോലെ നമുക്ക് എല്ലാവർക്കും ജോലി ചെയ്യാൻ സാധിക്കട്ടെ, അല്ലേ? അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു അപകട വാർത്ത വീണ്ടും വരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പത്തനംതിട്ട ഇലന്തൂരിലാണ് KSRTC ബസ്സിന് പിന്നിൽ മറ്റൊരു KSRTC ബസ് ഇടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകരാണ് ഇരു വാഹനങ്ങളും ഉണ്ടായിരുന്നത്. ആർക്കും ഗുരുതരമായി പരിക്കില്ല എന്നതാണ് ആശ്വാസ വാർത്തയാവുന്നത്. അതെ, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായിരുന്നു ഈ അപകടത്തിന് കാരണം? എന്തായാലും ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണല്ലോ. ഇല്ല ഹുസൈൻ, ആർക്കും ഗുരുതരമായ പരിക്കില്ല. അല്പസമയം മുമ്പ് ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പാലച്ചുവട് ജംഗ്ഷനാണ്. ആ മേഖലയിൽ ഒരു വാഹനം ഇറക്കി പമ്പയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സുകളാണ് ആളുകളെ കയറ്റുകയായിരുന്നു. ആ സമയത്താണ് പുറകിൽ മറ്റൊരു സൂപ്പർഫാസ്റ്റ് KSRTC ബസ് വന്ന് ഇടിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ പുറകുവശത്തെ ചില്ലും അതുപോലെ തന്നെ പുറകുഭാഗവും തകർന്നിട്ടുണ്ട്. ഈ പുറകുവശത്തിരുന്ന ആളുകൾക്ക് ചെറിയ തോതിൽ പരിക്കുണ്ട്. അതുകൂടാതെ KSRTC ബസ്സിലെ ചില യാത്രക്കാർക്കും ചെറിയ പരിക്ക്, അത് ചെറിയ പരിക്ക് മാത്രമാണ്, കാര്യമായ പരിക്കില്ല. എല്ലാവരും ശബരിമല തീർത്ഥാടകരാണ്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാര്യമായ പരിക്കില്ല എന്നാണ് ആശുപത്രി അധികൃതരും നമ്മെ അറിയിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഈ മറ്റൊരു വാഹനത്തിൽ ആ ആളുകളെ മാറ്റി ശബരിമലയിലേക്കുള്ള യാത്ര തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല എന്നത്, ഗുരുതരമായ പരിക്കുകളില്ല എന്ന ആശ്വാസമാണ്. അത് കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരുൺ ജി മുട്ടട പറയുന്നു, റെജിൻ ആൻഡ് ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ്. റെജിൻ ബ്രോ നോക്കി നിൽക്കാതെ ഒരു 10 പുഷപ്പ് എടുക്കും മച്ചാനെ, ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അത് വേണോ മച്ചാനെ? എനിക്കും ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ നമ്മുടെ പുഷപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വാർത്തകൾ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പുഷപ്പ് കുറച്ചിട്ട് എടുക്കാം. പുഷപ്പ് വാർത്ത ഒന്നിച്ച് പോകണം പ്രജിന, അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് KSRTCയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. പറഞ്ഞല്ലോ അല്ലേ? വാർത്ത പറഞ്ഞ ബാക്കി കാര്യം പറയാം. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ റിസോർട്ടും ഹോട്ടലുകളും നിർമ്മിക്കുന്നു. മൂന്നാറിലും കൊല്ലത്തും ഉൾപ്പെടെ 5 കേന്ദ്രങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്കായി KSRTC ടെൻഡർ ക്ഷണിച്ചു. 24 ബ്രേക്കിംഗ്. ടൂറിസം കേന്ദ്രമായ മൂന്നാറിൽ KSRTCക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ 5 സ്റ്റാർ ഹോട്ടൽ, ഹിൽവ്യൂ വില്ല, സ്പാ തുടങ്ങിയ സൗകര്യങ്ങളോടെയാകും 5 സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുക. തിരുവനന്തപുരം പൂവാറും കൊല്ലത്തും KSRTC ഭൂമിയിൽ റിസോർട്ട് നിർമ്മിക്കും. പൂവാറിൽ 1 ഏക്കർ ഭൂമിയാണ് KSRTCക്കുള്ളത്. കൊല്ലത്ത് 1 ഏക്കറും 75 സെന്റുമുണ്ട്. കൊല്ലത്ത് റിസോർട്ടിനൊപ്പം വാണിജ്യ കേന്ദ്രവും പദ്ധതിയുണ്ട്.
4 ഏക്കർ സ്ഥലമുള്ള എറണാകുളത്ത് വാണിജ്യ കേന്ദ്രത്തിനാണ് പദ്ധതി. പെരിന്തൽമണ്ണയിൽ വാണിജ്യ കേന്ദ്രമോ മെഡിക്കൽ കേന്ദ്രമോ തുടങ്ങും. പൊതു സ്വകാര്യ പങ്കാളിത്ത കരാർ പ്രകാരമാണ് നിർമ്മാണം. നിർമ്മാതാക്കളുമായി 29 വർഷത്തെ പങ്കാളിത്തമുണ്ടാകും. KSRTC ജീവനക്കാർക്ക് റിസോർട്ടുകളിൽ റിസർവേഷനും ഡിസ്കൗണ്ടും നൽകും. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും KSRTCയുടെ ടെൻഡറിൽ പങ്കെടുക്കാം. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അങ്ങനെ പുതിയ പദ്ധതികളാണ് KSRTC ഈ രീതിയിലുള്ള വരുമാന മാർഗമൊക്കെ നോക്കുന്നുണ്ട് അല്ലേ? അത് ശുഭമായി നടക്കട്ടെ. നിരവധി പേരുടെ ജീവിതമാർഗമാണ് KSRTC എന്ന് പറയുന്നത്. മറ്റൊരു വാർത്ത അല്ലേ, അത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളത്ത് കിണർ ഇടിഞ്ഞു താഴുന്നു എന്ന് അവിടുന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. നടുവിലത്ത് മീത്തൽ കോളനിയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കിണറാണ് താഴ്ന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇതൊരു കുടിവെള്ള പദ്ധതിയുടെ കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന പ്രതിസന്ധികൾ ഒരു വശത്തുണ്ട്. മറ്റൊന്ന്, ആ മേഖലകളിൽ പലയിടങ്ങളിലും, കോഴിക്കോട് ജില്ലകളിൽ പലയിടങ്ങളിലും വയനാട് ദുരന്തത്തിന് ശേഷം ശബ്ദം കേൾക്കുകയും പല പ്രതിഭാസങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമിക നിഗമനം മാത്രമല്ല ഇപ്പോൾ വന്നിട്ടുണ്ടാവും? പ്രജീൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. കോഴിക്കോട് ഇന്നലെ ആരംഭിച്ച മഴ ഇടവിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് മഴക്കെടുതിയുടെ ഒരു വാർത്ത കൊയിലാണ്ടിയിൽ നിന്നും പുറത്തു വരുന്നത്. കൊയിലാണ്ടി അരിക്കുളത്താണ് ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. നടുവിലടുത്ത് മീത്തൽ കോളനിയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. 60ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിന് വേണ്ടി ഈ കിണറിനെ ആശ്രയിച്ചിരുന്നത്. ആ കിണറാണ് ഉഗ്രശബ്ദത്തോടു കൂടി ഇന്നലെ രാത്രി 7 മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത്. ഈ കിണറിന് സമീപം ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. കാനത്ത് ബിജുവിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ ബിജുവിനെയും കുടുംബത്തെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ 60ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ചെയ്യുമെന്നാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ അവിടുത്തെ MLAയും നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന പ്രജി. ശരി, അതാണ് രാഹുൽ സുരേഷ് കോഴിക്കോട് നൽകിയ വിവരങ്ങൾ. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകണം. നേരെ സന്നിധാനത്തേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. 2 ദിവസത്തിനു ശേഷം ഇന്നലെ ദർശനം നടത്തിയവരുടെ എണ്ണം 80,000 കടന്നു. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. സന്നിധാനത്ത് ഇന്നലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. നിലയ്ക്കൽ, പമ്പ, അപ്പാച്ചിമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. പമ്പയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതേസമയം എരുമേലി മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനനപാതയിൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ തീർത്ഥാടകർ കാൽനടയായി സഞ്ചരിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇനി ശബരിമല ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം പെട്ടെന്ന്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. യെസ്, അപ്പോൾ ആ സെഗ്മെന്റും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മോർണിംഗ് വാക്ക് നടന്ന് നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. കടവന്ത്രയിലെ ചായക്കടയാണ്. പത്രം തൂങ്ങുന്നൂടെ നമുക്ക് പത്രം മനോരമ, മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത കണ്ടോ? നമ്മുടെ ആലപ്പുഴ കളറകോടിലെ ആ വാർത്ത തന്നെയാണ് അല്ലെ? അപകടം വാർത്തയാണ് 1-ാം പേജിൽ വരുന്നത്. നമുക്ക് പ്രേക്ഷകരെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ഈ മുകളിലെ എല്ലാ വാർത്തകളുടെയുമായിട്ടുള്ള ഒരു കണ്ടൻസ് ഫോം കാണാം. വിശാല ഹൃദയനായ ബൈഡൻ മകനോട് ക്ഷമിച്ചു. ഹണ്ടർ ബൈഡൻ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് ഹണ്ടർ ബൈഡനോട് ബൈഡൻ ക്ഷമിച്ചു എന്ന വാർത്ത. അഭിനയത്തോട് വിട പറഞ്ഞു വിക്രാന്ത് മസ്സേ അല്ലേ? നമ്മുടെ അഭിമാനമാണ്. പക്ഷെ അഭിനയത്തോട് വിട പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നൊക്കെ അറിയാൻ 7-ാം പേജിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് അത് വായിക്കാത്തത്. എങ്കിലും പ്രേക്ഷകർ അത് ആ വാർത്ത കൂടി ശ്രദ്ധിക്കുമല്ലോ. അതെ. അപ്പോൾ ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, അറിവ് പകരുന്നവർക്ക് എത്ര മാർക്ക്, അറിവ് പകർന്നു കൊടുക്കുന്നിടത്തോളം മഹത്തരമായി എന്തുണ്ട്. പക്ഷേ ബൗദ്ധിക ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്പെഷ്യൽ സ്കൂൾ ടീച്ചർമാർക്ക് സർക്കാർ നൽകുന്നത് തുച്ഛമായ ശമ്പളമാണ്. ഈ വാർത്ത കണ്ടോ? ഈ വാർത്തയുടെ ടൈറ്റിൽ കണ്ടോ ക്രിസ്റ്റീന? അയലത്തെ കട്ടിലിനടിയിൽ 1.21 കോടിയും 267 പവനും എന്നാണ്. നമ്മുടെ വളപട്ടണത്തെ കവർച്ചയുണ്ടല്ലോ, അയലത്തെ കള്ളനും തൊട്ടിലും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ അയലത്തെ കള്ളന്റെ കഥയാണ്.
മാതൃഭൂമി. അപ്പൊ മാതൃഭൂമി അതിനെ ഒരു സിനിമാ പേരുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കള്ളൻ അയലത്തെ അതിനു മുമ്പേ എന്നാണ്. ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പേ ചേട്ടനോട് ചോദിക്കണ്ടേ? ചേട്ടാ ഞങ്ങള് നമസ്കാരം, പേര് രാജു. പത്രം നോക്കുന്നുണ്ടേ. നമ്മുടെ ചായ റെഡിയാണോ? ചായ ഓക്കെ.